അരിത്മെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് അരിത്മെറ്റിക് സീക്വൻസിലെ 5ാമത്തെ പാർട്ടാണ്. പൊസിഷൻ ആൻഡ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു ടേമും പൊസിഷനും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അതായത് അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരേ ടേം ആഡ് ചെയ്തു പോകുന്ന സീക്വൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു 3, 7, 11 എക്സെട്ര. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് CD എന്ന് പറയുന്നത് 7 - 3 T2 or x2 - x1. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താലും കോമൺ ഡിഫറൻസ് കിട്ടും. ഏതൊരു ടേമിൽ നിന്നും അതിന് തൊട്ട് പിറകിലുള്ള ടേം 11 - 7 is common difference. 7 - 3 also common difference. That is 4. 4 ആണ് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 111. ഇതിന്റെ തേർഡ് ടേം, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേം എന്താണ്? അപ്പൊ നമുക്കറിയാം ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ട് അത് സെക്കൻഡ് ടേമിനോട് കൂട്ടിയാൽ തേർഡ് ടേം കിട്ടും. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് CD or D എന്ന് പറയും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 - 1 = 10. അപ്പൊ 11 വീണ്ടും 10 കൂട്ടിയാൽ 21, 31 എക്സെട്ര. ഇങ്ങനെയായിരിക്കും ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് 11ൽ നിന്ന് 1 മൈനസ് ചെയ്തു. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. സെക്കൻഡ് ടേമിനോട് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടുന്നു. അതിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു സീക്വൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് രൂപീകരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു അരിത്മെറ്റിക് സീക്വൻസ് നോക്കാം. അതിന്റെ x1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ഉം x3 തേർഡ് ടേം എന്ന് പറയുന്നത് 11 ആണ്. ഫസ്റ്റ് ടേം 1 ഉം തേർഡ് ടേം 11 ഉം വരുന്ന അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് ഫോം ചെയ്യാം. അപ്പൊ അതിന്റെ ടേംസ് എങ്ങനെയാണ് കാണുക? നമുക്കിവിടെ അറിയാവുന്നത് ഫസ്റ്റ് ടേം 1 ആണ്, തേർഡ് ടേം 11 ആണ്. നമുക്കറിയാം ഫസ്റ്റ് ടേം 1 അതിനോട് x1നോട് D അഥവാ കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നത് x2 ആയിരിക്കും സെക്കൻഡ് ടേം. വീണ്ടും അതിനോട് D കൂട്ടുമ്പോൾ x2 + D ആണ് 11 തേർഡ് ടേം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടേമിനോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് സെക്കൻഡ് ടേം ആണ് കിട്ടുക. അതിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക. x1ൽ നിന്ന് x3യിലേക്ക് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 2 കോമൺ ഡിഫറൻസ് x1 to x3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനും x3 എന്ന് പറഞ്ഞാൽ തേർഡ് പൊസിഷനാണ്. പൊസിഷന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് x3 - x1 എന്ന 3 - 1 ആണ് പൊസിഷന്റെ ഡിഫറൻസ് 2. ഈ 2നെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുക. അപ്പൊ 2 × D ആണ് ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 2D ആണ്. ഒരു D എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിലേക്ക് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക. അതായത് ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്കുള്ള ഡിഫറൻസ് 3 - 1 2 ആണ്. പൊസിഷന്റെ ഡിഫറൻസ് 2 ആണ്. ആ 2നെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ തേർഡ് ടേം കിട്ടും. ദാറ്റ് ഈസ് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും. ദാറ്റ് ഈസ് x3 - x1 = 11 - 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10. 2D = 10. Therefore, D = 10/2 = 5. ഫസ്റ്റ് ടേം തേർഡ് ടേം. അപ്പോൾ തേർഡ് ടേമും പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് 2 × D ആണ് 10 എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് 11 - 1.
2 into d is equal to 11 minus 1 10. Therefore d is equal to 10 and a half 5 എന്ന് കിട്ടും. അപ്പൊ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസ് x1 എന്ന് പറഞ്ഞ 1 ആണ്, x3 11 ആണ്, x2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പൊ x2 കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് x1നോട് d ആഡ് ചെയ്താൽ മതി. 1 plus 5 is equal to 6. അപ്പൊ ഈ സീക്വൻസ് 1, 6, 11 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് മറ്റൊരു സീക്വൻസ് നോക്കാം. അതിന്റെ തേർഡ് ടേം 37ഉം സെവൻത് ടേം 73. തേർഡ് ടേം 37ഉം സെവൻത് ടേം 73യുമായിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസ് നമുക്ക് ഫോം ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്നത് തേർഡ് ടേം 37ഉം സെവൻത് ടേം 73 ആണ്. നമുക്ക് തേർഡ് ടേമിൽ നിന്ന് സെവൻത് ടേമിലേക്കുള്ള ഡിഫറൻസ് 7 minus 3. അതായത് ടേമിന്റെ പൊസിഷന്റെ ഡിഫറൻസ് 7 minus 3 4 ആണ്. ഈ 4നെ കോമൺ ഡിഫറൻസ് ഉണ്ട്, സി ഡി ഓഫ് ഡി. കോമൺ ഡിഫറൻസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഈ ടേംസിന്റെ ഡിഫറൻസ് കിട്ടും. ദാറ്റ് ഈസ് 73 minus 37 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4d is equal to 73 minus 37 is equal to 7 to 13 6, 6 to 3 to 6 3. Difference 36 എന്ന് കിട്ടും. That is 4 into common difference, 4 common difference 36. Therefore common difference d is equal to 36 by 4, that is 9 എന്ന് കിട്ടും. ഇവിടെ കോമൺ ഡിഫറൻസ് 9 ആണ്. ഈ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടത് തേർഡ് ടേമിൽ നിന്ന് സെവൻത് ടേമിലേക്ക് 4 ആണ് ഡിഫറൻസ്. ആ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് പൊസിഷന്റെ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഈ രണ്ട് ടേമും തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും. അപ്പൊ 73 minus 37 is equal to 4d. അപ്പൊ d is equal to 36 by 4 is equal to 9. d 9 ആണെന്ന് കിട്ടി. നമുക്ക് തേർഡ് ടേം അറിയാം. തേർഡ് ടേം 37 ആണ്. x3 is equal to 37, d is equal to 9. മൂന്നാമത്തെ ടേം ആണ് 37. അപ്പോൾ മൂന്നാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിലേക്കുള്ള ഡിഫറൻസ് 2d ആണ്. അതുകൊണ്ട് x1 സമം 37 minus 2d. That is 37 minus 2 into d നമ്മൾ കണ്ടു, d is equal to 9. That is 37 minus 18, that is 19 എന്ന ആൻസർ കിട്ടും. 37 minus 18 is equal to 19. അതായത് ഫസ്റ്റ് ടേം 19 ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 19ഉം കോമൺ ഡിഫറൻസ് 9ഉം ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഈ സീക്വൻസ് 19, 28, 37 എക്സെട്ര എന്ന് കിട്ടും. ഈ സീക്വൻസിന്റെ 50ാമത്തെ പദത്തിന് what is the 50th term of this arithmetic sequence? അപ്പോൾ നമുക്ക് പല രൂപത്തിൽ ഇത് കാണാം. ഒന്ന്, നമുക്ക് ഫസ്റ്റ് ടേമിനോട് 49 ടൈംസ് d ആഡ് ചെയ്താൽ 50th ടേം കിട്ടും. ഫസ്റ്റ് ടേം 19 ആണ്. അതിനോട് ഒന്നുകിൽ നമുക്ക് x50 is equal to x1 plus 49d ഈ രൂപത്തിൽ ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു രൂപത്തിലും x50 കാണാം, ഒരുപാട് രൂപത്തിൽ കാണാം. x2 plus 48d കണ്ടാൽ നമുക്ക് ഇതിന്റെ 50th ടേം കിട്ടും. ഇനി അല്ലെങ്കിൽ x50 is equal to x3 plus 47d കണ്ടാൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ 7th ടേം തന്നിട്ടുണ്ട്. 7th ടേം is equal to ഇതിന്റെ ഒരു 7th ടേം നമുക്ക് തന്നിട്ടുണ്ട് 73 ആണ് 7th ടേം. x7 is equal to 73 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്നും നമുക്ക് x50 കാണാം. അതായത് 7നോട് എത്ര കൂട്ടിയാലാണ് 50 ആവുക നോക്കിയാൽ. അപ്പൊ 50ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 43 എന്ന് കിട്ടും. 40 ടൈംസ്, അതായത് x7നോട് 43
43 ടൈംസ് ഡി ആഡ് ചെയ്താലും അല്ലെങ്കിൽ 43d x7നോട് ആഡ് ചെയ്താലും x50 കിട്ടും. കാരണം ഇനി പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് 24, 42. അതിന്റെ ബാക്കി വരുന്ന രണ്ട് ടേം അല്ലെങ്കിൽ ഈ സീക്വൻസ് നമ്മൾ ഉണ്ടാവും. രണ്ട് ടേം നമ്മൾ കാണും. ഫസ്റ്റ് ടേം 24 ആണ്, സെക്കൻഡ് ടേം 42 ആണ്. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ്, ഒന്നാമത്തെ ആൻസർ, ഇതിന്റെ സി ഡി അല്ലെങ്കിൽ ഡി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42 മൈനസ് 24 is equal to 42 minus 24. 4 ന്ന് 12ലേക്ക് 8 വരും, 2 ന്ന് 3ലേക്ക് 1 വരും. ദാറ്റ് ഈസ് 18 എന്ന് കിട്ടും. 18 ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 42നോട് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. അതിനോട് വീണ്ടും 18 ആഡ് ചെയ്താൽ അടുത്ത ടേം കിട്ടും. അപ്പൊ നെക്സ്റ്റ് ടേം x3 എന്ന് പറയുന്നത് 42 plus 18 is equal to 0, 6. 60 ആണ് ഇവിടെ വരുന്ന നെക്സ്റ്റ് ടേം, ഫസ്റ്റ് തേർഡ് ടേം. ഇനി ഫോർത്ത് ടേം എന്ന് പറയുന്നത് x4 is equal to 60 plus 18, that is 78. ഇവിടെ 78 എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. അപ്പോ അടുത്തടുത്തുള്ള രണ്ട് ടേം കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, d is equal to 42 minus 24. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ d കിട്ടും. That is 42 minus 24 is equal to 18. നേരത്തെ നമുക്ക് കിട്ടി 18 ആണ്. ഇനി 24ൽ നിന്ന് 18 മൈനസ് ചെയ്താലാണ് ഫസ്റ്റ് ടേം കിട്ടുക. ഫസ്റ്റ് ടേമിനോട് 18 കൂട്ടിയപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. അപ്പൊ 24ൽ നിന്ന് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടാൻ 24ൽ നിന്ന് 18 മൈനസ് ചെയ്യണം. അപ്പൊ x1 is equal to 24 minus 18 is equal to 6. അപ്പൊ ഫസ്റ്റ് ടേം 6 ആണ്. ഇനി ഫോർത്ത് ടേം 42നോട് 18 ആഡ് ചെയ്യണം. 42നോട് 18 ആഡ് ചെയ്താൽ 60 ആണ് ആൻസർ എന്ന് കിട്ടും. രണ്ടാമത്തതിന്റെയും ആൻസർ നമുക്ക് കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കാണും, തേർഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. d is equal to 42 minus 24. ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം മൈനസ് ചെയ്താൽ 42 minus 24 is equal to 18. We get. നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അപ്പൊ 24ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. 18ൽ നിന്ന് അതിൽ നിന്ന് വീണ്ടും 18 മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. 24 ഒന്ന് x2 is equal to 24 minus 18 is equal to 6. Already we get. ഇവിടെ 6 ഉണ്ട്. ഇനി അടുത്തത് കിട്ടാൻ x1 is equal to 6 minus 18. 6 എന്ന് വീണ്ടും 18 മൈനസ് ചെയ്യണം. 6 എന്ന് 18 മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിനെ മൈനസ് ചെയ്യലാണ്. അപ്പം ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 18 6 മൈനസ് ചെയ്താൽ 12 കിട്ടും. ദാറ്റ് ഈസ് ദി ആൻസർ ഈസ് -12 എന്നാണ് കിട്ടുക. 6 എന്ന് 6 മൈനസ് ചെയ്താൽ 0, വീണ്ടും 12 മൈനസ് ചെയ്യുമ്പോഴാണ് 18 എത്തുന്നത്. അപ്പോൾ -12 ഈസ് ദി ആൻസർ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ടേം -12, സെക്കൻഡ് ടേം 6, തേർഡ് ടേം 24, ഫോർത്ത് ടേം 42. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, 24 സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം 42, ഫോർത്ത് ടേം ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു 24നോട് ഒരു പ്രാവശ്യം ഡി ആഡ് ചെയ്താൽ കോമൺ ഡിഫറൻസ് നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. അതിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 42 കിട്ടുന്നത്. അപ്പോ 24ൽ നിന്ന് 42ലേക്ക് എത്താൻ 2 ടേംസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ടേമും ഇത് തേർഡ് ടേമും ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പൊസിഷന്റെ ഡിഫറൻസ് 3 - 1 2 2d. അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും 42 - 24. പൊസിഷനും ടേമും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇവിടെ അല്ലെങ്കിൽ ഒന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമില്ല, മൂന്നാമത്തെ ടേം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് തേർഡ് ടേമിലേക്ക് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം.
അപ്പൊ ഈ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ് 42 24. അപ്പോൾ 2d എന്ന് പറയുന്നത് 2 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42 മൈനസ് 24 ആണ്. ദാറ്റ് ഈസ് 42 ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ 18. Therefore d is equal to 2 double of the d ആണ് 18. അപ്പോൾ d is equal to 18/2 is equal to 9. ഇവിടെ കോമൺ ഡിഫറൻസ് 9 ആണ്. അപ്പൊ 24നോട് 9 ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. 24 പ്ലസ് 9 33. 33നോട് 9 ആഡ് ചെയ്താൽ 42 കിട്ടും. 42നോട് വീണ്ടും 9 ചെയ്താൽ 51 എന്ന് കിട്ടും. അപ്പൊ ഈ ഫോർത്ത് സീക്വൻസ് മിസ്സിംഗ് ടേം 33 51 ആണ്. സീക്വൻസ് എഴുതാണെങ്കിൽ 24 33 42 എക്സെട്ര. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിട്ടില്ല, സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ സെക്കൻഡ് ടേമിനോട് 2 ടൈംസ് ഡി ആഡ് ചെയ്യുമ്പോഴാണ് 42 കിട്ടുക. സെക്കൻഡ് ടേം തേർഡ് ടേം ഫോർത്ത് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 42 കിട്ടും. അല്ലെങ്കിൽ ഫോർത്ത് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്കുള്ള ഡിഫറൻസ് 4 minus 2 2 ആണ്. ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞ പോലെ 2d is equal to 42 minus 24 is equal to 18. Therefore d is equal to given here 9. അപ്പോൾ 24 minus 9 ആയിരിക്കും ഫസ്റ്റ് ടേം. 24 minus 9 is equal to 15. തേർഡ് ടേം കൊടുത്ത് 24 plus 9 ആണ്. ദാറ്റ് ഈസ് 33. 33 plus 9 is equal to 42 എന്ന് കിട്ടും. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഫസ്റ്റ് ടേം 24 ആണ്, ഫോർത്ത് ടേം 42. അപ്പോൾ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും 4 minus 1 is equal to 3. That is 3d. അതിന്റെ കോമൺ ഡിഫറൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ചെയ്താൽ ഇതിന്റെ ഡിഫറൻസ് കിട്ടും. ടേംസിന്റെ ഡിഫറൻസ് കിട്ടും. 42 minus 24. ഫസ്റ്റ് ടേം 24, ഫോർത്ത് ടേം 42. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് ഫോർത്ത് ടേമിലേക്ക് എത്താൻ 4 minus 1 3. 3d is equal to അതിനെ d കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും. 42 minus 24, that is 42 minus 24 is equal to 18. We already get it. 3d is equal to 18. Therefore d is equal to 18/3 is equal to 6. അപ്പോൾ d ഇവിടെ കോമൺ ഡിഫറൻസ് 6 ആണ്. 24നോട് 6 ആഡ് ചെയ്താൽ 30 കിട്ടും. 30യോട് വീണ്ടും 6 ആഡ് ചെയ്താൽ 36 കിട്ടും. 42 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനിയും ഈ ഭാഗത്ത് 5 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. ആ 5 ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ ഈ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത വീഡിയോയിൽ ആ 5 ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുന്നത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. താങ്ക് യു.